മൂന്ന് പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിലേക്ക് 3 കിടിലം പ്രോഡക്റ്റുകളാണ്. മൂന്നും ഒന്നിനൊന്ന് മെച്ചമാണ്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന് റിയൽമി GT7, നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം GT7ൻ്റെ ബോക്സ് ആണ്. മറ്റേത് GT7 ഡ്രീം എഡിഷൻ, ഒരു വെറൈറ്റി ഐറ്റമാണ്, തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്, അടിപൊളി സംഭവമാണ്. പിന്നെ ഇതാ റിയൽമിയുടെ ബഡ്സ് എയർ 7 Pro എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. സോ ഇത് മൂന്നും നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. എല്ലാം അടിപൊളിയാണ്. GT സീരീസ് ഓൾറെഡി നമുക്കറിയാം ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഒരു വാല്യൂ ഫോർ മണി ഓൾറൗണ്ടർ സീരീസുകളാണ് റിയൽമിയുടെ GT സീരീസുകൾ. സോ അതുകൊണ്ട് തന്നെ ഡൗട്ടില്ല ഓൾറെഡി നല്ലതായിരിക്കും എന്ന് അറിയാം. എന്നാലും ഓരോന്നും നമുക്ക് ഓപ്പൺ ചെയ്ത് പരിശോധിക്കാം. ആദ്യം GT7 തന്നെ ഓപ്പൺ ചെയ്യാം. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതാ ഇങ്ങനൊരു ബോക്സും കൂടി വന്നിട്ടുണ്ടോ, മീഡിയ ഇൻവൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഫുള്ള് ചില്ല് ബോക്സ് ആണ്. കണ്ടോ, നൈസ് ഐറ്റം. ഇതും കൂടി തന്നിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ ഇരുന്നോട്ടെ, അതിന് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, കഥ മുഴുവൻ ഇതിലാണല്ലോ. GT7 നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് GT7, റിയൽമിയുടെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഓഫ് 2025 എന്ന് പറയുന്ന ഫോൺ. ഇതാ ബോക്സിനകത്ത് മറ്റൊരു ബോക്സിൽ കേസ്, ഡോക്യുമെൻറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ അപ്പോൾ ഇതാണ് റിയൽമി GT7. ഇൻഡസ്ട്രി ഫസ്റ്റ് ഐ സെൻസിങ് ഡിസൈൻ ആണെന്നാണ് പറയുന്നത്. ഐ സെൻസിങ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫീൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പുറകിൽ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 2 കളറാണ് വരുന്നത്, ഐസെൻസ് ബ്ലൂ ആൻഡ് ഐസെൻസ് ബ്ലാക്ക്. 120 വാട്ടിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട്, പിന്നെ ചാർജിങ് കേബിൾ. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിലുള്ളത്. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ അപ്പോൾ റിയൽമി GT7 നമ്മൾ കണ്ടു. ഇതിൻ്റെ എല്ലാ വശങ്ങളും ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കാം. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ ഒരു ചെറിയ ഒരു കളർ ചേഞ്ച് കൂടിയുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഗ്രാഫീൻ ബാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തെർമൽ കൺട്രോളൊക്കെ കുറച്ചുകൂടി നന്നായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. നല്ല ഫോണാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് വെറൈറ്റി തീർച്ചയായിട്ടും കാണണം എന്ന് പറഞ്ഞത് ഇതിൻ്റെ അൺബോക്സിംഗ് അല്ലേ, ഇത് നമുക്ക് കാണണ്ടേ. വാ, ഫോർമുല 1 ടീം എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോക്സാണ്. നല്ല പ്രീമിയം ഫീലുള്ള ബോക്സാണ്, ഒന്നും പറയാനില്ല കാര്യത്തിൽ. ദേ നേരെ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഇവിടെ കാണാം ഡ്രൈവ് ഫ്രം വിത്തിൻ മേക്ക് ഇറ്റ് റിയൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ബോക്സ്. അത് വീണ്ടും സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അത് അടിയിൽ നിന്ന് പൊന്തി വരുന്നു. അടുത്ത മെയിൻ സംഭവം ഒരു ചെറിയ ബോക്സ്. ആ ബോക്സ് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഉള്ളൊരു ബുക്ക്ലെറ്റ്, ഫോർമുല 1 ടീമുമായി ബന്ധപ്പെട്ട ഒരു ബുക്കാണ്. അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, പലതരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ റിയൽമി കൊളാബറേഷൻ, ഇവരുടെ കൊളാബറേഷൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അറാംകോ റിയൽമി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അസ്റ്റോൺ മാർട്ടിൻ ലോഗോ കാര്യങ്ങളൊക്കെ ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. റിയൽമി GT ഡ്രീം എഡിഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഫോട്ടോ ഒരെണ്ണം ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഈ ഒരു ബുക്ക്ലെറ്റിലുള്ളത്. ബുക്ക്ലെറ്റ് അവിടെ ഇരിക്കട്ടെ. ഫോണിലേക്ക് വരാം. ദായി കാണുന്നതാണ് GT7 ഡ്രീം എഡിഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡ്രീം എഡിഷൻ ഫോൺ എന്ന് പറയുന്നത്. അസ്റ്റോൺ മാർട്ടിൻ ലോഗോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ കാണാം. ഇതിലേക്ക് വരാം. അതിന് മുമ്പ് ഇതിൻ്റെ കേസും കൂടി കാണിച്ചു തരാം കേട്ടോ. കുറച്ച് സ്പെഷ്യൽ സംഭവങ്ങളാണ് ഇത്. ഈ ബോക്സിൻ്റെ താഴത്തെ കമ്പാർട്ട്മെൻറ്റിലാണ്. നമുക്ക് ഇവിടെ നിന്ന് അടിയിൽ നിന്ന് വലിക്കുമ്പോൾ കിട്ടുന്നുണ്ട് കേസ്. ഫോർമുല 1 ടീം എന്ന് എഴുതിയ കേസ് തന്നെയാണ്. ഇതിലേക്ക് ഈ ഫോണിനെ നമുക്ക് വെക്കാം. ഈസി ആയിട്ട് നമുക്കിവിടെ കാണാം. അതിൻ്റെ ഒരു ആ ലോഗോ കാണാൻ പാകത്തിനുള്ള ഡിസൈനാണ് കേസിന് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക്. ഇത് കൂടാണ്ട് ചാർജർ, ചാർജിങ് കേബിൾ അതൊക്കെയുണ്ട്. പിന്നെ ബുക്ക്ലെറ്റ്, സിം ടൂള്. സിം ടൂൾ ഇവിടെ കാണാം നിങ്ങൾക്ക്. അത് കാറിൻ്റെ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. സോ അതും ഒരു വെറൈറ്റി ആക്കി. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിൽ വരുന്നത്. ബോക്സ് അങ്ങോട്ട് നമുക്ക് ഒതുക്കി വെക്കാം കേട്ടോ, സമയം കളയാനില്ല. ലുക്കിൽ തന്നെ നമുക്ക് ആ ഒരു ഇവരുടെ കൊളാബറേഷൻ്റെ സംഭവങ്ങൾ കാണാം. ഡിസൈൻ എയറോ ഡൈനാമിക് ഫ്ലോ ലൈൻ ഡിസൈനുകളാണ് വരുന്നത്. പിന്നെ ഐക്കോണിക് ആയിട്ടുള്ള അവരുടെ സിൽവർ എംബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഡിസൈനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം സംഗതി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയാം. നൈസ് ലുക്കായിട്ടുണ്ട്. പിന്നെ ഈ കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിൻ്റെ ഈ പവർ ഓൺ ചെയ്യുമ്പോൾ ഒരു ആനിമേഷൻ കണ്ടോളൂ. അതാ അങ്ങനെ തെളിഞ്ഞ് വരുന്നത് നൈസായിട്ടില്ലേ. സോ അതും വളരെ കൂളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിനിടുമ്പോഴും ഒരു ആനിമേഷൻ സംഭവമൊക്കെ ഉണ്ട്. ഇതാ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൗണ്ടിൽ ഇങ്ങനെ ഒരു ഓളം വെട്ട് പോലെ നൈസ് ആനിമേഷൻ ആയിട്ടുണ്ട്. അതും സൂപ്പർ പവർ ഓറ എഫക്റ്റ് എന്നാണ് സംഭവം. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറയാം. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഐക്കൺസും കാര്യങ്ങളും എല്ലാം തന്നെയും ആ ഒരു തീമുമായിട്ട് മാച്ച് ആവുന്ന തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു GT7 ഡ്രീം എഡിഷൻ എന്ന് പറഞ്ഞ ഈ സ്പെഷ്യൽ എഡിഷൻ്റെ കാര്യങ്ങൾ. സംഗതി വ്യത്യസ്തമായിട്ട് തോന്നുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്പെഷ്യൽ എഡിഷൻ തന്നെ വാങ്ങിക്കാൻ നോക്കിക്കോളൂ. നോർമൽ എഡിഷനായി ഇത് എടുക്കണമെന്നില്ല. ബട്ട് ഇത് രണ്ടും തമ്മിൽ മറ്റു കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല കേട്ടോ. ബാക്കി സ്പെക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്, സെറ്റാണ്. സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഘടകങ്ങളായിട്ട് പരിശോധിക്കാം. ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു കാര്യം എടുത്തു പറയാനുള്ളത് 7000 mAh ബാറ്ററി ഉണ്ട്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. TUV റെയിൻലാൻഡ് 5 സ്റ്റാർ ബാറ്ററി സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടി ബൈപ്പാസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. കണക്ട് ചെയ്തിട്ട് കളിക്കുന്ന നേരത്തിൽ തീർച്ചയായിട്ടും യൂസ് ആവും. സോ അപ്പോൾ അങ്ങനെ ബാറ്ററി ചാർജിങ് മേഖലയിൽ ടോപ്പ് ലെവലിൽ കൊടുത്തിരിക്കുന്നു. രണ്ടാമതായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗെയിമിങ്ങിനാണെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രൊസസർ അത്രയും നന്നായിരിക്കണം. 9400E എന്ന് പറയുന്ന ഡയമൻസിറ്റി പ്രോസറാണ്. സെറ്റ് പ്രോസറാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ബെസ്റ്റ് ആണ്. നല്ല പെർഫോമൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവരിതിൽ പറയുന്നത് PUBG ഒക്കെ നമ്മൾ കളിക്കുമ്പോൾ ഒരു 7 അവർ വരെ കണ്ടിന്യൂസ് ആയിട്ട് PUBG കളിക്കാം എന്നുള്ളതാണ്. അത് 120 FPS വലിയ പോരായ്മകളൊന്നും ഇല്ലാതെ നൈസായിട്ട് കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ മാത്രമല്ല ടോപ്പായിട്ടുള്ള ഒരുപാട് ഗെയിമുകൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്.
സോ 120 FPS ഗെയിമിംഗ് ഈ ഫോണിൽ പറ്റുന്നുള്ളത് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ്. പിന്നെ ഇതിൽ GT ബൂസ്റ്റ് പോലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ടുള്ള ഒരു ബൂസ്റ്റും കാരണം നമുക്ക് ഈ ഗെയിമിൻ്റെ എക്സ്പീരിയൻസിൽ കിട്ടും. തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ഗെയിം കളിക്കാവുന്ന സാരം. Realme UI 6 ആണ് വരുന്നത്, Android 15 ബേസ്ഡ് ആണ്. സോ അപ്പോൾ ഈ ഫോണുകളിൽ മൊത്തത്തിൽ യാതൊരു പെർഫോമൻസ് ഇഷ്യൂം വരുന്നില്ല, അടിപൊളിയായിട്ട് ഗെയിം കളിക്കാം. ഡിസ്പ്ലേ, ഈ ഫോണുകളുടെ ഡിസ്പ്ലേയും അടിപൊളി ഡിസ്പ്ലേ ആണ്. ഇതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ആ ഒരു വാൾപേപ്പറും അവരുടെ ആനിമേഷനും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നോർമലി ഈ ഡിസ്പ്ലേ അടിപൊളി തന്നെയാണ്. അതായത് 6.78 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. 6000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇൻഡോറോ ഔട്ട്ഡോറോ ഒക്കെ എവിടെ വേണമെങ്കിലും നൈസായിട്ട് കൊണ്ടുവന്ന് ഉപയോഗിക്കാം. 2600 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് വരുന്നുണ്ട്. ഡോൾബി വിഷൻ, HDR10+ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാത്തിനും പുറമെ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്ന് പറയുന്നത് തിരി നനഞ്ഞ കൈ കൊണ്ട് തൊടുക അല്ലെങ്കിൽ നനഞ്ഞ ഡിസ്പ്ലേ നനഞ്ഞിരിക്കുന്ന നേരത്തെ ടച്ച് ചെയ്താലും ഒക്കെ പക്കാവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സൗകര്യമുണ്ട്. അതായത് നിങ്ങൾ ഗെയിം കളിക്കുന്നിടയ്ക്ക് കൈയൊക്കെ വേർത്താലും ഇഷ്യൂ ഇല്ലാണ്ട് വർക്ക് ചെയ്തോളുന്ന സാധനം. സോ ആ വക കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്ന് വേറെ പ്രത്യേകിച്ച് ഒരു പരാതിയും പറയാനില്ല. സെറ്റ് ഡിസ്പ്ലേയും കാര്യങ്ങളുമാണ്. ഇനി ഇതിൻ്റെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ അതും അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. സാമ്പിൾസ് കണ്ട് നോക്കിക്കോളൂ. എങ്ങനെയുണ്ട് മെയിൻ ക്യാമറ ഇമേജുകൾ, അതേപോലെ സെൽഫി ക്യാമറ ഇമേജുകൾ രണ്ടും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. മിക്സഡായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാ ലൈറ്റിംഗ് കണ്ടീഷനുകളിലും ഷെയർ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ കണ്ടു നോക്കുക. ഇങ്ങനൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊരു ഫോൺ എടുക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒപ്പം ഈ ഒരു ക്യാമറ കിട്ടിയാൽ നിങ്ങൾ ഓക്കെ ആണോ? എന്നെ സംബന്ധിച്ച് ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. സോ തീർച്ചയായിട്ടും പരിഗണിക്കാമെന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറ വീഡിയോ 4K വീഡിയോ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റി ആയിട്ടുണ്ട്, വലിയ വിഷയമൊന്നുമില്ല. ഫ്രണ്ട് ക്യാമറയിലടക്കം നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെയും വിഷയമില്ല. സെൽഫി ക്യാമറ 4K വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അണ്ടർ വാട്ടർ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിക്ക് ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IP69 റേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ 4K വീഡിയോ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വേൾഡ് ഫസ്റ്റ് ഫോണെന്ന് അവർ പറയുന്നു. എന്തായാലും നിങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്ന സാരം. പിന്നെ ഡോൾബി വിഷൻ 8K 30 FPS ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, 4K 120 FPSന്റെ ഷൂട്ടിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില AI ഫീച്ചേഴ്സ്, AI ഗ്ലയർ, എന്തെങ്കിലും നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഗ്ലയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. AI ലാൻഡ്സ്കേപ്പ് പ്ലസ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ്, ലാൻഡ്സ്കേപ്പ് ഫോട്ടോസൊക്കെ കുറെ കൂടി ബെറ്റർ ആയിട്ട് എടുക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ, അങ്ങനെ ഫോട്ടോസ് വീഡിയോസൊക്കെ നമുക്ക് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിൽ നല്ല മനോഹരമായിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതിൻ്റെ AI ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AI പ്ലാനർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ, ആ ഒരു ട്രിപ്പ് ഏത് ഡേറ്റിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്ത് തരുന്ന ഒരു AI പ്ലാനർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കാം. പിന്നെ AI ഗെയിമിംഗ് കോച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് ഡേഞ്ചർ അലർട്ട്, എന്തെങ്കിലും നമ്മൾ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് AI ഗെയിമിംഗ് കോച്ച് എന്ന് പറയുന്നത് ഗെയിം കളിക്കാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ AI ട്രാൻസ്ലേറ്റർ, നമ്മുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന സംവിധാനങ്ങൾ. AI ഇറേസർ 2.0, അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ അത് ഇങ്ങനെ ഈസി ആയിട്ട് ഇറേസ് ചെയ്ത് കളയുന്ന സംവിധാനം. പിന്നെ സ്ക്രീൻഷോട്ട് ഇന്റർപ്രറ്റർ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന സൗകര്യം അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൂഗിളിൻ്റെ ജെമിനൈ ആണ് താഴെ ജെമിനൈ എനിക്ക് വരുന്നുണ്ട്. വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് കേട്ടോളൂ. പിന്നെ സർക്കിൾ ടു സെർച്ച്, അതേപോലെ ലൈവ് ട്രാൻസ്ലേറ്റ്, ഫേസ് ടു ഫേസ് ഇന്റർപ്രറ്റിംഗ്, അങ്ങനെയുള്ള ഒട്ടനവധി AI ഫീച്ചേഴ്സ് നിറച്ച് വെച്ചിട്ടുണ്ട് ഈ ഫോണിനകത്ത്. സോ AI ഫീച്ചേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതെല്ലാം ഇതിലുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ Wi-Fi 7, 360° NFC, Bluetooth 5.4 അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം, അതായത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ കാര്യങ്ങളും ടോപ്പ് ലെവലിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. GT സീരീസ് ആ ഒരു കാര്യത്തിന് പേര് കേട്ട സീരീസ് തന്നെയാണ്. രണ്ട് ഫോണുകളായാലും സെറ്റപ്പ് ആയിട്ടുണ്ട്. സ്പെഷ്യൽ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക, സ്പെഷ്യൽ ലുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരിഗണിക്കുക. രണ്ടായാലും ഈ പറഞ്ഞ രീതിയിൽ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, AI ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടും സെറ്റപ്പ് ആയിട്ടുള്ള ഫോണുകളാണ്. പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാൻ ഇത്രയും നേരം ഉപയോഗിച്ച് നോക്കിയാൽ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. ഇതിൻ്റെ പ്രൈസ് Realme GT7 Dream Editionൻ്റെ പ്രൈസ് 16GB RAM 512GB സ്റ്റോറേജിന് 49,999 ആണ്. എല്ലാ ഓഫറും കഴിച്ച് നെറ്റ് എഫക്റ്റീവ് പ്രൈസ് നോക്കിയാൽ 44,999 ആണ് വരുന്നത്. ഇനി Realme GT7 ബേസ് വേരിയന്റ് പ്രൈസ് 8GB RAM 256GB നോക്കിയാൽ 39,999 രൂപയാണ്. ഓഫേഴ്സ് എല്ലാം കഴിച്ച് നോക്കിയാൽ നെറ്റ് എഫക്റ്റീവ് പ്രൈസ് 34,999 ആണ്. സോ മൊത്തത്തിൽ പ്രൈസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കൂ, എന്നിട്ട് തീരുമാനിക്കും. 3 ഐറ്റം ഉണ്ടെന്നല്ലേ തുടക്കത്തിൽ പറഞ്ഞത്, മൂന്നാമത്തെ ഐറ്റം ഇതാണ്. നിങ്ങളുടെ കാണാൻ ബോക്സ് Realme Buds Air 7 Pro. ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട് പ്രൊഡക്റ്റ്. സെഗ്മെന്റ് ഫസ്റ്റ് ആവിയേഷൻ അലുമിനിയം ഡിസൈൻ എന്നാണ് പറയുന്നത്. നല്ല നൈസായിട്ടുണ്ട്. സ്ലീക്ക് മെറ്റാലിക് ബോക്സ് ആണ് വരുന്നത്. ബ്രഷ്ഡ് ടെക്സ്ചർ ഒക്കെയാണ് വരുന്നത്. 53 dB റിയൽ ടൈം നോയ്സ് ക്യാൻസലിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല നോയ്സ് ക്യാൻസലിംഗിൽ പാട്ട് കേൾക്കാൻ സാധിക്കും. ഇതിൽ 6 മൈക്കുകൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോൾ ക്വാളിറ്റി കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളൊരു ഗുണവും ഇതിനുണ്ട്. 11mm ഡ്രൈവർ പ്ലസ് 6mm അങ്ങനെ 2 സെറ്റ് ഡ്രൈവറുകൾ വരുന്നുണ്ട്. ഡുവൽ ഡ്രൈവറാണ് ഇതിന്റെ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ IP55 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ഒക്കെ ഉണ്ട്. സോ ജിമ്മിലൊക്കെ പോയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് വെച്ചാലും നിങ്ങൾക്ക് ഇതിൽ എന്താ പറയുക, സ്വെറ്റ് വേർത്താലും ഒന്നും വലിയ പ്രശ്നങ്ങൾ വരാനില്ല. 48 മണിക്കൂറിൻ്റെ ബാറ്ററി ലൈഫാണ് പറയുന്നത്. സോ ബാറ്ററി ലൈഫിലും വിഷയമില്ല. പിന്നെ ഡുവൽ ഡിവൈസ് കണക്ഷൻ, 2 ഫോണിലേക്കും കമ്പ്യൂട്ടറിലേക്കും ഒരുമിച്ച് വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. കോളൊക്കെ വരുമ്പോൾ മാറി ഇത് അങ്ങനെ കണക്ട് ആയിക്കോളും. അങ്ങനെയുള്ളൊരു ഗുണം വരുന്നുണ്ട്. പിന്നെ Bluetooth 5.4 തന്നെയാണ്. സോ കണക്ടിവിറ്റി വേറെ പ്രശ്നവും വരാനില്ല. ഓവറോൾ അത്യാവശ്യം നല്ല ബേസും സൗണ്ടും ലെവലൊക്കെയുള്ള എല്ലാതരം ഫീച്ചേഴ്സും ഉള്ള ഒരു നല്ല സെറ്റപ്പായിട്ടാണ്
റിയൽമി ബഡ്സ് എയർ 7 Pro എനിക്ക് ഫീൽ ചെയ്തത്. വിശദമായ വീഡിയോ ഒരു കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ കുറച്ച് വിശദമായിട്ട് ഉപയോഗിച്ച് നോക്കണം. എന്തായാലും മെയിനായിട്ടും ഇവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഒക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് ഇത് വേണോ വേണ്ടോ എന്നുള്ള കാര്യം. എന്തായാലും നല്ല ഐറ്റമാണ്. താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. സോ അതാണ് GT7 സീരീസ് ഫോണുകൾ വരുമ്പോൾ എൻ്റെ ഇരിക്കുന്ന GT7 കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ബഡ്സിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.